എല്ലാ മഹത്വവും കർത്താവിന്. വളരെ അനുഗ്രഹീതമായ നല്ലൊരു നിമിഷം. എന്നാൽ കേരളത്തിൻ്റെ പല ഭാഗത്തും ശക്തമായി മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒത്തിരി പ്രിയപ്പെട്ടവർക്ക് അതിനാൽ തന്നെ ജോയിൻ ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. എന്തായാലും ദൈവത്തിൻ്റെ ആത്മാവ് കൂടി വരേണ്ട എല്ലാവരെയും തക്ക സമയത്ത് കൂട്ടി വരുത്തട്ടെ. കർത്താവ് ഇടപെടട്ടെ. കാലാവസ്ഥയുടെ മേൽ അധികാരമുള്ള ദൈവം, കാലാവസ്ഥയുടെ മേൽ അധികാരമുള്ള ദൈവം തൻ്റെ മക്കളെ വേഗത്തിൽ വചന കേൾവിക്കായി കൂട്ടി വരുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ സൂമിലും യൂട്യൂബിലും കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. സോ നമുക്ക് എല്ലാവർക്കും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. അടുത്ത മാസം വളരെ വലിയ പ്രതീക്ഷകളോടെ ആയിരിക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യട്ടെ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് ആസ്പദമായി യാക്കോബ് അപ്പോസ്തലൻ എഴുതിയ ലേഖനം യേശു 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 ആരിലും വലിയവൻ, യേശു 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 ആരിലും മതിയായവൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവേ, ഞങ്ങളിത് അങ്ങയുടെ അരികിലേക്ക് വരും. ഞങ്ങൾക്ക് വേറെ ആരുമില്ല, ഞങ്ങൾക്ക് വേറെ ആരെയും കേൾക്കാനില്ല, ഞങ്ങൾക്ക് ആരിൽ നിന്നും കേൾക്കാനില്ല. പപ്പ, ഇതാ എൻ്റെ മുമ്പിൽ അങ്ങ് തന്നിരിക്കുന്ന ഈ ജനവുമായി ഞാൻ അങ്ങയുടെ അരികിലേക്ക് വരുന്നു. അപ്പാ, ഞങ്ങൾ ഓരോരുത്തരും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിൽക്കുന്നവരാണ്, വ്യത്യസ്ത മനോഭാവങ്ങളിൽ നിൽക്കുന്നവരാണ്, വ്യത്യസ്ത അവസ്ഥകളിൽ നിൽക്കുന്നവരാണ്. പക്ഷെ അപ്പാ, ഞങ്ങൾക്ക് ഏക മനസ്സോടെ ഇരിക്കാൻ കഴിയുന്ന സന്നിധി ദൈവസന്നിധിയാണ്. ഇന്ന് ഞങ്ങൾ കേൾക്കേണ്ടതും കേൾക്കാൻ പോകുന്നതും ദൈവശബ്ദമായിരിക്കണമേ. അപ്പാ, ഞങ്ങൾ ഇരിക്കുന്നത് വ്യത്യസ്ത ഭവനങ്ങളിലാണെങ്കിലും ഞങ്ങൾ ഇരിക്കുന്ന ഇടം ഒരേ അന്തരീക്ഷമായി ഇപ്പോൾ മാറണമേ. ഓ വചനം വെളിപ്പെടാതെ, വചനത്തിൻ്റെ മർമ്മം വെളിപ്പെടാതെ, ദൈവ സാന്നിധ്യം വെളിപ്പെടാതെ അതിനെയെല്ലാം തടയുന്ന ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളെ, അന്ധകാരത്തിൻ്റെ ശക്തികളെ, തേർവാഴ്ചകളെ, ദുഷ്ടൻ്റെ ആധിപത്യങ്ങളെ, കർത്തൃത്വങ്ങളെ, അവകാശങ്ങളെ, തിന്മയുടെ ആത്മാക്കളെ, വചനത്തിൻ്റെ ശത്രുവിനെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് സഭയായി അതിനെ ബ്രേക്ക് ചെയ്യുകയാണ്. ശാസിക്കും. വചനമേ, വെളിപ്പെട്ട് വരിക. ദൈവാത്മാവേ, ഞങ്ങളുടെ നടുവിലേക്ക് എഴുന്നള്ളി വരിക. പരിശുദ്ധാത്മാവേ, ഞങ്ങളോട് സംസാരിക്കുക. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുക, ഞങ്ങൾക്ക് സുബോധം വരുത്തുക, ഞങ്ങളെ നിർമ്മലീകരിക്കുക, ഞങ്ങളെ ചൈതന്യപ്പെടുത്തുക. തിരുനാമത്തിനായി ഞങ്ങളെ ഒരുക്കണം. വരവിനായി ഞങ്ങളെ ദൈവം പണിയണം. ദൈവജനം അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ പ്രാർത്ഥനയോടെ എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ യാക്കോബ് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 17-ാമത്തെ തിരുവചനം. 17ഉം 18ഉം വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആസ്പദമായി എടുത്തിരിക്കുന്നത്.
യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ആ വാക്യം വായിച്ചപ്പോൾ നിങ്ങൾ എത്ര പേർക്ക് സന്തോഷം തോന്നി? നിങ്ങൾക്ക് എത്ര പേർക്ക് ഒരു പ്രതീക്ഷ തോന്നി? ഈ വാക്യത്തിനകത്ത് പ്രതീക്ഷ തരുന്ന ഒരു ഭയങ്കര പദമുണ്ട്. അതാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആസ്പദമായി ഞാൻ ടൈറ്റിലായി കൊടുത്തിരിക്കുന്നത്, വീണ്ടും പ്രാർത്ഥിക്കാമോ? വീണ്ടും പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? വീണ്ടും പ്രാർത്ഥിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? വീണ്ടും പ്രാർത്ഥിക്കുന്നത് കൊണ്ട് പ്രയോജനമുണ്ടോ? ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഇന്നത്തെ ടൈറ്റിൽ മുൻനിർത്തി ചോദിക്കുന്നു, വീണ്ടും പ്രാർത്ഥിക്കാമോ? നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി കർത്താവ് 2 ദിവസം കൊണ്ട് എൻ്റെ ഉള്ളിലിട്ടിരിക്കുന്ന ഒരു ചിന്തയാണ്. 2 ദിവസം കൊണ്ട് എൻ്റെ ഉള്ളിൽ ഈ വചനം ഇങ്ങനെ വല്ലാതെ ഈ വചനം ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വചനം അങ്ങനെ നമ്മുടെ ആത്മാവിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ശക്തവും വ്യക്തവുമായ കാരണമുണ്ട്. വചനം ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ശക്തവും വ്യക്തവുമായ ദൈവിക ഉദ്ദേശമുണ്ട്. വചനം ഞാൻ ഒന്നും കൂടെ വായിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ then he prayed again, and heaven gave rain, and the earth bore its fruit. Then he prayed again. The earth gave rain, and heaven gave rain, and the earth bore its fruit. ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് ആകാശം തുറക്കാനും അടയ്ക്കാനുമുള്ള കഴിവുണ്ടെന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി പറയുകയാണ്. ഇവിടെ യാക്കോബ് ഏലിയാവിനെ കാണിക്കുന്നത്, ഏലിയാവ് നമ്മെപ്പോലെ സമസ്വഭാവമുള്ള മനുഷ്യനെന്നാണ്. എന്നാൽ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഏലിയാ പ്രവാചകനെ എന്തോ മറ്റൊരു ലോകത്ത് നിന്ന് വന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. കാരണം താൻ പറയുമ്പോൾ ആകാശത്തുനിന്ന് തീയിറങ്ങുന്നു, താൻ പറയുമ്പം ഒരു വ്യക്തി വിടുവിക്കപ്പെടുന്നു, താൻ പറയുമ്പോൾ ഒരു വ്യക്തി വീണ് ചാകുന്നു. വാക്കിന്മേൽ ശക്തമായ അധികാരമുള്ള ഒരു അഭിഷിക്തൻ. ഇനി തൻ്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ ഇരട്ടിപ്പങ്ക് ഏലീശായിലേക്ക് പകർന്നു കൊടുക്കുന്നു. ഞാനും നിങ്ങളുമൊക്കെ ഏലിയാവിനെ വളരെ ഔന്നിത്യത്തിൽ കാണുമ്പോൾ ഉറപ്പായിട്ട് അങ്ങനെ കാണാൻ അർഹതയുള്ള ഒരു അഭിഷിക്തൻ തന്നെയാണ് ഏലിയാ പ്രവാചകൻ. പക്ഷെ ഭക്തനും പ്രാർത്ഥനാവീരനുമായ യാക്കോബ് പറയുന്നത്, സമൂഹത്തോടും സഭയോടും പറയുന്നത്, വായിക്കുന്ന ജനത്തോടും പറയുന്നത്, സഹോദരന്മാരോട് പറയുന്നത്, എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഈ പ്രാർത്ഥനയെക്കുറിച്ചെല്ലാം പറഞ്ഞതിന് ശേഷം ഒരു പ്രാർത്ഥന വീരനെ നമുക്ക് കാണിച്ചു തരികയാണ് ഏലിയാ പ്രവാചകനെ.
ഏലിയാവിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. യാക്കോബിന്റെ വാക്ക് എന്നെ വല്ലാതെ അതിശയപ്പെടുത്തി. അപ്പോഴാണ് ഞാൻ ഏലിയ പ്രവാചകനെ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു തലത്തിൽ നിന്ന് മാറിയൊന്ന് ഞാൻ വീക്ഷിക്കാൻ ശ്രമിച്ചു നോക്കിയത്. കാരണം യാക്കോബ് പോലും പുതുനിയമത്തിൽ പറയുന്നത്, പഴയ നിയമ പുസ്തകത്തിൽ നിന്നൊരു വ്യക്തിയെ എടുത്തു പറയുന്നത് ഏലിയ പ്രവാചകനിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. ഏലിയ പ്രവാചകൻ നമ്മെ പോലെ, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് ഞാൻ ആ ഏലിയ പ്രവാചകനിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. എന്തുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ആ ഒരു തലത്തിലേക്ക് വളരാൻ കഴിയില്ല എന്ന് ഞാൻ ചിന്തിപ്പിക്കും. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് ആ ദൈവകൃപ ഏറ്റെടുക്കും. യാക്കോബ് പറയുന്നു, സഹോദരന്മാരെ, നിങ്ങൾ ഏലിയ പ്രവാചകനിലേക്ക് ഒന്ന് നോക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് ഏലിയ പ്രവാചകൻ എന്ന് പറയുമ്പോൾ അവരുടെ എല്ലാം കണ്ണുരുണ്ട് കാണും. അയ്യോ, ഏലിയ പ്രവാചകനെ പോലെ ഞാനാകാനോ, ഏലിയ പ്രവാചകനെ പോലെ നമ്മളാകാനോ? പക്ഷെ യാക്കോബ് പറയുന്നു, സഹോദരന്മാരെ, നിങ്ങൾ ഏലിയ പ്രവാചകനിലേക്ക് നോക്കുക. അവൻ നമ്മെപ്പോലെ സമ സ്വഭാവമുള്ള മനുഷ്യൻ. സമ സ്വഭാവമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അടിച്ചാൽ വേദനിക്കുന്ന, സങ്കടം വന്നാൽ കരയുന്ന, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്ന, സ്വാഭാവികമായും ദേഷ്യം വരുന്ന ഒരു സാധാരണ സമ സ്വഭാവമുള്ള മനുഷ്യൻ, ലൈക്ക് മീ ആൻഡ് യു. പക്ഷേ എവിടെയാണ് എന്നെയും നിങ്ങളെയും പോലെയുള്ള ഏലിയ പ്രവാചകൻ വ്യത്യസ്തനായി തീരുന്നത് എന്ന് ചോദിച്ചാൽ, പ്രാർത്ഥനയിലുള്ള വിശ്വാസത്തിലും. ആ രണ്ട് പദം പറയുന്നതിന് മുന്നേ ഞാൻ മറ്റൊരു വാക്കും കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയിലുള്ള വിശ്വാസത്തിൽ. പ്രാർത്ഥനയിലുള്ള വിശ്വാസത്തിൽ. പ്രാർത്ഥനയും വിശ്വാസവും, ഇത് രണ്ടുമാണ് സാധാരണ മനുഷ്യനിൽ നിന്ന്, എന്നെയും നിങ്ങളെയും പോലത്തെ സാധാരണ നിലവാരത്തിൽ നിന്ന് ഏലിയ പ്രവാചകനെ വ്യത്യസ്തനാക്കുന്നതെങ്കിൽ, ആ രണ്ട് പദത്തോടു കൂടെ ഞാൻ ഒരു വാക്കും കൂടെ കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയിലുള്ള വിശ്വാസത്തിലാണ് ഏലിയ പ്രവാചകൻ എന്നെയും നിങ്ങളെയും കാൾ വ്യത്യസ്തനാകുന്നത്. രാമേൻ പറയാമോ? ഒരു ഹല്ലേലൂയ പറയാമോ? ഇന്ന് രാത്രിയിൽ എന്താണ് ഞാൻ നിങ്ങളെ ചിന്തിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ, എനിക്കും നിങ്ങൾക്കും പ്രാർത്ഥനയിലുള്ള വീക്ഷണം മാറാനുള്ള സമയമായി. ഞാനും നിങ്ങളുടെയും ഒക്കെ പ്രാർത്ഥനയിലുള്ള വീക്ഷണം മാറാനുള്ള സമയമായി. ഞാനും നിങ്ങളുമൊക്കെ പ്രാർത്ഥിക്കുന്നതിൻ്റെയും വിശ്വസിക്കുന്നതിൻ്റെയും നിലവാരം ഇന്ന് രാത്രിയിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയമായി. നിങ്ങൾക്ക് ആർക്കും വ്യക്തിപരമായി വേദന വരരുതെന്ന് ഒരു കർത്തൃദാസൻ എന്നുള്ള നിലയിൽ എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ എന്നെ ഉൾപ്പെടെ ചേർത്ത് പറയുന്നത്. ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ തന്നെ ശുശ്രൂഷിക്കുകയും ആ ശുശ്രൂഷ ഏറ്റെടുക്കുകയും കൂടെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് എന്നെ ഉൾപ്പെടുത്തി പറയുന്നതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം ഈ ശുശ്രൂഷകളിൽ ഞാൻ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയുന്ന മെസ്സേജുകളിലൂടെ, ദൈവാത്മാവ് തരുന്ന വെളിപ്പാടുകളിലൂടെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അപ്ഡേഷൻസ് നടന്നിട്ടുണ്ട്, ഒത്തിരി ഡെലിവറൻസ് നടന്നിട്ടുണ്ട്. സോ എനിക്ക് സന്തോഷമേ ഉള്ളൂ എനിക്ക് ആ കാര്യം പറയുന്നതിൽ. ഇത് ഇവിടെ യാക്കോബ് വളരെ വ്യക്തമായ ഒരു കാര്യം പറയുന്നു. നോക്കുക സഹോദരന്മാരെ, എന്നെയും നിങ്ങളെയും പോലെ ഏലിയ പ്രവാചകൻ ഒരു സമ സ്വഭാവക്കാരനാണ്. എന്നെയും നിങ്ങളെയും പോലെ ഏലിയ പ്രവാചകൻ ഒരു സമ സ്വഭാവക്കാരനാണ്. പക്ഷേ എന്നിലൂടെയും നിങ്ങളിലൂടെയും നടന്നതിനേക്കാൾ അധികമായി ആ സമസ്വഭാവക്കാരനിൽ ഈ ഭൂമിയിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം ഇവിടെ പറയുന്നത് എനിക്ക് ഇഷ്ടമാണ്. എന്തൊക്കെ ഏലിയ പ്രവാചകനിലൂടെ ഈ ഭൂമിയിൽ നടന്നോ, ഏലിയ പ്രവാചകന്റെ ചരിത്രം തുടങ്ങുന്നത് മുതൽ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് നമുക്ക് പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ പുസ്തകം മുതൽ വായിച്ചു തുടങ്ങുന്നത്. രാജാക്കന്മാരുടെ പുസ്തകം മുതലാണ് നമ്മൾ ഏലിയാവിനെ ആദ്യം കണ്ടു തുടങ്ങുന്നത്. പക്ഷെ എന്തൊക്കെ ഏലിയ പ്രവാചകന്റെ മിനിസ്ട്രിയിൽ നടന്നിട്ടുണ്ടോ അതിന്റെ എല്ലാം തൊട്ട് പിന്നിൽ ഒരു വാക്ക് കാണാം: താൻ പ്രാർത്ഥിച്ചു, താൻ പ്രാർത്ഥിച്ചു, താൻ പ്രാർത്ഥിച്ചു, താൻ പ്രാർത്ഥിച്ചു, താൻ പ്രാർത്ഥിച്ചു, താൻ പ്രാർത്ഥിച്ചു. ഇത് ഞാനും പ്രാർത്ഥിക്കുന്നു, നിങ്ങളും പ്രാർത്ഥിക്കുന്നു.
ഇന്ന് എന്തൊക്കെ നടക്കും, എന്തൊക്കെ നടന്നു, ഇനി എന്തൊക്കെ നടക്കാനുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ നടക്കാം. ഇതായിരിക്കണം ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോഴുള്ള ചിന്ത. അപ്പൊ പ്രാർത്ഥനയിൽ ചിലത് നടക്കുമെന്ന് തെളിയിച്ച ഒരു വ്യക്തിയാണ് ഏലിയ പ്രവാചകൻ. പ്രാർത്ഥനയിൽ ചിലത് നടക്കുമെന്ന്. സഹോദരി, ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം പറഞ്ഞാൽ നടക്കാത്ത കാര്യം, ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്താൽ നടക്കാത്ത കാര്യം. താങ്ക് യു ജീസസ്. ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി സൈഡ് പറഞ്ഞാൽ നടക്കാത്ത കാര്യം, നീ ആരാണെന്നുള്ള ബോധ്യത്തോടെ പ്രാർത്ഥിച്ചാൽ നടക്കും. നീ ആരാണെന്നുള്ള ബോധ്യത്തോടെ പ്രാർത്ഥിച്ചാൽ നടക്കും. ആ വ്യക്തി നിങ്ങൾക്കെതിരെ ചെയ്ത കാര്യം, ആ വ്യക്തി നിങ്ങൾക്കെതിരെ നോക്കിയ കാര്യം, ആ വ്യക്തി നിങ്ങൾക്കെതിരെ പണിത കാര്യം, അതിന്റെ മറുപടി നീ പ്രാർത്ഥിച്ചാൽ നടക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഏലിയ പ്രവാചകന്റെ മിനിസ്ട്രിയിലും ഏലിയ പ്രവാചകന്റെ പ്രാർത്ഥനയിലും ഏലിയ പ്രവാചകന്റെ അധികാരത്തിന് നേരെയായിരുന്നു ശത്രു ഉണ്ടായിരുന്നത്. ഏലിയ പ്രവാചകന്റെ ചരിത്രത്തിന്റെ പിന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് ആഹാബ് എന്നൊരു വ്യക്തിയെ കാണാം, ഒമ്രി എന്നൊരു വ്യക്തിയെ കാണാം. ഒരുപാട് ചരിത്രങ്ങൾ പുറകിലേക്ക് പോകുമ്പോൾ ഇസ്രായേലിൽ രാജഭരണത്തിലിരുന്ന ഒരുപാട് വ്യക്തികളെ നമുക്ക് കാണാം. രാജസ്ഥാനത്തിരുന്ന ഒത്തിരി വ്യക്തികളെ കാണാം. പക്ഷേ ഈ രാജസ്ഥാനത്തിരുന്ന എല്ലാ വ്യക്തികളും പാപം ചെയ്തവരായിരുന്നു. വചനം, രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുന്ന സമയത്ത് യഹോവയെ കോപിപ്പിച്ചു, അവൻ അനിഷ്ടമായുള്ളത് ചെയ്തു എന്ന് ആവർത്തിച്ച് വചനത്തിൽ പറയുന്നത് നമുക്ക് കാണാം. പക്ഷെ അവിടെ എല്ലാം ദൈവം തേടിയത് ദൈവത്തിന്റെ കോപത്തിന് പാത്രമാകാതെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന ഒരുവനെ ദൈവം അന്നും ആരാഞ്ഞുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന ആ പട്ടണത്തിൽ 1000 വേണ്ട 10000 വേണ്ട, ആ പട്ടണത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന ഒരുവനെ. രാജാവിന് അധികാരം കൊടുക്കുന്നത് ദൈവമാണ്, പാസ്റ്ററിന് അധികാരം കൊടുക്കുന്നതും ദൈവമാണ്, പുരുഷൻ അധികാരം കൊടുക്കുന്നതും ദൈവമാണ്, പ്രാർത്ഥിക്കുന്ന സ്ത്രീക്ക് അധികാരം കൊടുക്കുന്നതും ദൈവമാണ്. കാരണം വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിൽ പറയുന്നു, ഒരധികാരങ്ങളും ദൈവത്താൽ അല്ലാതെ നൽകപ്പെടുന്നില്ല. പക്ഷേ രാജാവിന്റെ അധികാരം കിട്ടിയ എല്ലാ രാജാക്കന്മാരും അവർ ദൈവത്തെ കോപിപ്പിക്കാൻ അധികാരം ഉപയോഗിച്ചപ്പോൾ, അധികാരം കിട്ടിയ എല്ലാ അധികാരജ്ഞന്മാരും ദൈവത്തെ വേദനിപ്പിക്കാൻ അധികാരം ഉപയോഗിച്ചപ്പോൾ, അധികാരം കിട്ടിയ എല്ലാവരും അധികാരത്തിന്റെ മുഷ്ടിയിൽ ദൈവത്തെ വ്യസനിപ്പിച്ചപ്പോൾ, അവർ ബാലിന്റെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കിയപ്പോൾ, അശേര പ്രതിഷ്ഠകളെ അവർ സ്ഥാപിച്ചപ്പോൾ, അതിന്റെ മുൻപിൽ അവർ മുട്ടുകുത്തിയപ്പോൾ, മറ്റൊരു വ്യത്യസ്തമായ അധികാരവും വ്യത്യസ്തമായ അഭിഷേകവും ചുമന്ന ഒരു മനുഷ്യൻ ആ അശേര പ്രതിഷ്ഠകളെ വെട്ടാനും ബാലിന്റെ വിഗ്രഹങ്ങളെ ഉടയ്ക്കാനും തക്കവണ്ണം അധികാരം ഉപയോഗിച്ചു. ഇന്ന് രാത്രിയിൽ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ എന്റെ പട്ടണത്തിൽ, നിങ്ങൾ പാർക്കുന്ന പട്ടണത്തിൽ, എന്റെ ഭവനത്തിൽ, നിന്റെ ഭവനത്തിൽ ബാലിന്റെ വിഗ്രഹങ്ങളെ വണങ്ങിയവർ ഉണ്ടായിരിക്കാം, അശേര പ്രതിഷ്ഠകളെ വെച്ചവരുണ്ടായിരിക്കാം, അശേര പ്രതിഷ്ഠകളെ വലുതായി കാണുന്നവരുണ്ടായിരിക്കാം, ബാലിന്റെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടവരുണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും വിഷയമല്ല. ആ പട്ടണത്തിൽ, ആ ദേശത്തിൽ, ആ ലൊക്കാലിറ്റിയിൽ, ആ പഞ്ചായത്തിൽ വ്യത്യസ്തനായ ഒരുവനുണ്ടോ എന്ന്, വ്യത്യസ്തനായ ഒരുവളുണ്ടോ എന്ന്, വ്യത്യസ്തമായ ഒരു മനോഭാവമുള്ളവനുണ്ടോ എന്ന് ഇന്ന് രാത്രിയിലും ആത്മാവ് നോക്കുന്നു. 10,000 പേർ ബാലിന്റെ വിഗ്രഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടാലും 10,000 അശേര പ്രതിഷ്ഠകൾ അവിടെ എഴുന്നേൽപ്പിച്ചു നിർത്തി ജീവൻ കൊടുത്താലും പ്രാർത്ഥിക്കുന്ന ഒരുവൻ ആ ഭവനത്തിലും പട്ടണത്തിലും ഉണ്ടെങ്കിൽ 10,000 20,000 എണ്ണം തകരാൻ ഒരുവന്റെ പ്രാർത്ഥന തന്നെ ധാരാളമാണ്.
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരുവന്റെ പ്രാർത്ഥന തന്നെ ധാരാളമാ. നിങ്ങൾ പാർക്കുന്ന രാജ്യത്തിൽ ദൈവം നോക്കുന്ന ഒരു വിശ്വസ്തനുണ്ടോ? നിങ്ങൾ പാർക്കുന്ന ദേശത്തിൽ ദൈവം നോക്കുന്ന ഒരു വിശ്വസ്തനുണ്ടോ? ആ അധികാരം കിട്ടിയവർ മുഴുവനും യഹോവയെ കോപിപ്പിച്ചു എന്ന് രാജാക്കന്മാരുടെ പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. മന്ത്രിമാർ രാജാക്കന്മാർ മുഴുവനും ദൈവത്തെ കോപിപ്പിച്ചു. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ബാലിന്റെ വിഗ്രഹങ്ങൾക്ക് കൊടുത്തു. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം അശേര പ്രതിഷ്ഠകൾക്ക് കൊടുത്തു. പക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരുവൻ എഴുന്നേറ്റ് വന്നു നിന്ന് പറയാൻ കാണിച്ച തന്റെ ഇടത്തിൽ ആകാശം വരെ അടഞ്ഞു പോയി എങ്കിൽ, നിന്റെ പ്രാർത്ഥനയ്ക്ക് അടയ്ക്കാനും നിങ്ങളുടെ തന്നെ പ്രാർത്ഥനയ്ക്ക് തുറക്കാനും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തന്നെ വെട്ടാനും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തന്നെ പൊടിപ്പിക്കാനും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തന്നെ ഇടിക്കാനും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തന്നെ പണിയാനുമുള്ള ഒരു അതോറിറ്റിയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ തിരിച്ചറിയുന്നുണ്ട്, ഒരു വ്യത്യസ്തനായ ഏലിയാവിനെ പോലെ, ആഹാബിനേക്കാൾ വ്യത്യസ്തനായ, ഒമ്രിയേക്കാൾ വ്യത്യസ്തനായ, യെരൂബിയാമിനേക്കാൾ വ്യത്യസ്തനായ ചില വ്യക്തികളെ ഇന്ന് രാത്രി ആത്മാവ് അതേ പട്ടണത്തിൽ നോക്കുന്നു. ഒരു യെരൂബിയാമിന് ചെയ്യാൻ കഴിയാത്തത്, ഒരു ഒമ്രിക്ക് ചെയ്യാൻ കഴിയാത്തത്. Come on, this message is touching someone. ഈ മെസ്സേജ് രാത്രി ചിലരെ തൊടുന്നുണ്ട്. ഒരു ഒമ്രിക്ക് ചെയ്യാൻ കഴിയാത്തത്, ഒരു ആഹാബിന് ചെയ്യാൻ കഴിയാത്തത്, ആഹാബിന്റെ ഭാര്യ ഈസബേലിന് ചെയ്യാൻ കഴിയാത്തത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്റെ പ്രാർത്ഥനയ്ക്ക് സാധിക്കും, എന്റെ പ്രാർത്ഥനയ്ക്ക് സാധിക്കും, എന്റെ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. In the name of Jesus, ഈ അന്തരീക്ഷം ചേഞ്ച് ആകുകയാണ്. ഇതിനുവേണ്ടി എഴുന്നേൽപ്പിക്കുന്ന ചിലരുണ്ട്, ഇതിനുവേണ്ടി ദൈവം എഴുന്നേൽപ്പിക്കുന്ന ചിലരുണ്ട്, ഇതിനുവേണ്ടി ദൈവം എഴുന്നേൽപ്പിക്കുന്ന ചിലരുണ്ട്. ചില രാജാക്കന്മാരുടെ മുമ്പിൽ ദൂത് പറയാൻ, ചില രാജാക്കന്മാരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ, ചില ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ, ചില അധികാരം കയ്യിലെടുത്ത് അത് അനീതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരെ ചൂണ്ടിക്കാണിക്കാൻ, നിന്നിലിരിക്കുന്ന അധികാരത്തെക്കാൾ വലിയവതാണ് എന്നിലിരിക്കുന്ന അധികാരമെന്ന് തെളിയിക്കാൻ, അധികാരത്തിനും വ്യത്യാസമുണ്ടെന്ന് കാണിക്കാൻ, പ്രാർത്ഥനയ്ക്കും വ്യത്യാസമുണ്ടെന്ന് കാണിക്കാൻ, ഭൂമി നൽകുന്ന അധികാരത്തെക്കാൾ പ്രാർത്ഥിക്കാൻ കൃപ നൽകുന്ന ദൈവം തരുന്ന അധികാരം വ്യത്യസ്തമാണെന്ന് കാണിക്കാൻ, ഭൂമി നടുക്കാനുള്ള അധികാരം, ഭൂമിയെ നിറപ്പിക്കാനുള്ള അധികാരമുള്ള ഒരു വ്യക്തിയിൽ നിന്നും പ്രാർത്ഥിച്ച ആകാശത്തെ കെട്ടാനുള്ള അധികാരമുള്ളവനാണ് പ്രാർത്ഥിക്കുന്നവനെന്ന് തെളിയിക്കാൻ ഇന്ന് രാത്രി സ്വർഗം പല പട്ടണങ്ങളിലും ജനത്തെ നോക്കുന്നു. ഒരു ഒമ്രിയിലൂടെ ചെയ്യാമെന്ന് കരുതി, ഒരു ആഹാബിലൂടെ ചെയ്യാമെന്ന് കരുതി അവരെല്ലാം മാറ്റിയിട്ടത് ഒരു ഏലിയാവിലൂടെ സ്വർഗം വെളിപ്പെടുത്തിയതുപോലെ ഇന്ന് രാത്രിയിൽ പിന്തുടർച്ചകളില്ലാത്ത, പാരമ്പര്യ സ്വഭാവങ്ങളില്ലാത്ത, പിന്തുടർച്ച സ്വഭാവമില്ലാത്ത ഒരു വ്യത്യസ്തനായ ഏലിയാവിനെ ദൈവത്തിന്റെ ആത്മാവ് തെരഞ്ഞെടുത്തതുപോലെ നിന്റെ കുടുംബത്തിൽ നിന്ന്, നിങ്ങളുടെ ഭവനത്തിൽ നിന്ന്, നിങ്ങളുടെ സൊസൈറ്റിയിൽ നിന്ന് യേശുവിന്റെ ആത്മാവ് ഇന്ന് ചിലരെ തെരഞ്ഞെടുക്കുകയാണ്. ഓ ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വ്യത്യസ്തമായ ഒരു അഭിഷേകം എന്നെ ചിന്തിപ്പിച്ച കാര്യം ഇതാണ്. എന്നാൽ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. അത് ആഹാബിനോടുള്ളൊരു വെല്ലുവിളിയായിരുന്നു, ആഹാബ് രാജാവിനോടുള്ള വെല്ലുവിളിയായിരുന്നു. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ഞാൻ പറഞ്ഞിട്ടല്ല. 1 രാജാക്കന്മാരുടെ പുസ്തകം വളരെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുക. ഇന്ന് രാത്രിയിൽ അടഞ്ഞ വഴികൾ ദൈവം ആഗ്രഹിക്കുന്നവരുടെ ജീവിതത്തിൽ തുറന്നു വരും. അടച്ചിട്ടത്, 3 ആണ്ട് അടച്ചിട്ടത്, in the name of Jesus Christ,
ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാമത്തെ അധ്യായം. ഞാനൊരു പ്രവചന ശബ്ദം പറയുകയാണ്. 3 ആണ്ട് അടഞ്ഞു കിടന്നത്, 3 ആണ്ട് കൊണ്ട് അടഞ്ഞു കിടന്നത് ദൈവത്തിന്റെ ആത്മാവിന് തുറക്കാൻ നിങ്ങളുടെ വിശ്വാസത്തോടു കൂടിയുള്ള ഒരു പ്രാർത്ഥന മതി. ഒരിക്കൽ അടഞ്ഞു പോയത് തുറക്കാൻ നിങ്ങളുടെ വിശ്വാസത്തോടു കൂടെയുള്ള ഒരു പ്രാർത്ഥന മതി. മഴ കാത്തിരുന്ന നാളിൽ നിങ്ങൾക്ക് ലഭിക്കാതെ വാടിപ്പോയത് ദൈവത്തിന് തിരികെ തരാൻ നിങ്ങളുടെ ഒരൊറ്റ പ്രാർത്ഥന മതി. ഞാൻ വീണ്ടും ചോദിക്കുന്നു, വീണ്ടും പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഏലിയാവ് ചെയ്തത് അതാണ്. കേട്ടെ, ഏലിയാവ് തന്നെയാണ് പ്രാർത്ഥിച്ചത്. അവിടെ ഒരു വിജയത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കിരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കാം. എൻ്റെ 2 സംശയങ്ങൾ വീണ്ടും ഞാൻ കൊണ്ടുവരികയാണ്. ആദ്യം യഹോവയുടെ അരുളപ്പാട് ഏലിയാ പ്രവാചകൻ ഉണ്ടായിട്ടാണ് രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് ഇത്രയും വലിയ ഒരു വെല്ലുവിളി നടത്താൻ താൻ പുറപ്പെട്ടത്. രാജാവിന് മുമ്പിൽ ചെന്ന് പറയുകയാണ്, നിങ്ങൾ ഭരിക്കുന്ന ഈ ദേശം, ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവത്താണ് ഞാൻ ആണയിട്ട് പറയുന്നു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴ മാത്രമല്ല മഞ്ഞു പോലും ഈ ദേശത്ത് പെയ്യത്തില്ല. ദൂത് ഞാൻ കൈമാറുകയാണ്. രാജാവാണ്. രാജാവിന്റെ ഭാര്യ, ആഹാബിന്റെ ഭാര്യ ഇസബേൽ എന്ന് പറയുന്നത് ആഹാബിനേക്കാൾ ദോഷമുള്ള വ്യക്തിയാണ്. ഒമ്രിയേക്കാൾ ദോഷമുള്ള വ്യക്തി ആഹാബ്. ആഹാബിനേക്കാൾ ദോഷമുള്ള വ്യക്തിയാണ് ഇസബേൽ എന്ന് പറയുന്നത്. അപ്പൊ എന്തു വേണമെങ്കിലും ഇവർക്ക് നടക്കും. ഇവർ പറഞ്ഞാൽ ആ സമയം തന്നെ ഏലിയാവിനെ കൊന്നുകളയും. പക്ഷേ ആ മനുഷ്യന്റെ മുമ്പിൽ ചെന്ന് നിന്ന് ആ രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കളുടെ മുമ്പിൽ ചെന്ന് ആ അഴിമതി ഭരണം നടത്തുന്ന ആ ദൈവകോപത്തെ വിളിച്ചു വരുത്തുന്ന ആ ഭരണകർത്താക്കളുടെ മുമ്പിൽ ചെന്ന് വെല്ലുവിളിക്കുന്നത് പോലെ, ഞാൻ സേവിക്കുന്ന ദൈവത്താണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ഭൂമിയിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല എന്ന് പറഞ്ഞത് തൻ്റെ ബുദ്ധിയിൽ നിന്നാണോ ആത്മാവിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തോടെയാണോ? ഞാനും നിങ്ങളും പാർക്കുന്ന ദേശത്തെല്ലാം ഇങ്ങനെയുള്ള ചില ഇസബേലിന്റെ ശക്തികളുണ്ട്. ഞാനും നിങ്ങളും പാർക്കുന്ന ദേശത്തെല്ലാം ഇങ്ങനെയുള്ള ആഹാബ്യ ശക്തികളുമുണ്ട്. ഞാനും നിങ്ങളും താമസിക്കുന്ന സ്ഥലത്തെല്ലാം ഞാൻ വിചാരിച്ചാലും ചെയ്യാൻ കഴിയുമെന്ന് പറയുന്ന, അല്ലെങ്കിൽ നാളെ ഈ നേരമാകുമ്പം നീ കാണത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന ഇസബേലിന്റെ ശക്തികളുണ്ട്. ഞാനും നിങ്ങളും പാർക്കുന്ന ദേശത്തെല്ലാം നീ ഇനി മുമ്പോട്ട് പോകാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ആഹാബിന്റെ വെല്ലുവിളികളുമുണ്ട്. പക്ഷേ ഈ 2 ശക്തിയുടെ നടുവിലാണ് ഏലിയാവ് എന്ന ഏക മനുഷ്യൻ അഭിഷേകത്തോടെ എഴുന്നേറ്റ് നിന്നിട്ട് ഒരു പക്ഷം പിടിക്കുന്നത്, ഞാൻ സേവിക്കുന്ന ദൈവത്താണ്, നീ പറയുന്നതിനേക്കാളും വലിയ കാര്യങ്ങൾ ചെയ്തു തരുമെന്ന്. ഞാൻ സേവിക്കുന്ന ദൈവത്താണ്. രാജാവേ, നിങ്ങൾക്ക് അധികാരമുണ്ട്. രാജ്ഞിയെ, നിങ്ങൾക്ക് അധികാരമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ അധികാരം ഈ ഭൂമിയിലും ഈ ദേശത്തും ഈ ഇട്ടാവട്ടത്തും മാത്രം ചലിക്കുമ്പോൾ എന്നിൽ വ്യാപരിക്കുന്ന അധികാരം എന്ന് പറയുന്നത് ഭൂമിയെയും ആകാശത്തെയും ഒരുപോലെ ഭരിക്കുന്ന ദൈവത്തിൽ നിന്ന് വന്നതാണ്. അതിനുവേണ്ടി ഞാൻ ചെങ്കോല് നീട്ടണ്ട, അതിനുവേണ്ടി ഞാൻ കൽപ്പിക്കേണ്ട, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ ആഹാബ്യ ശക്തി പോലെ ജനത്തെ അസ്വസ്ഥപ്പെടുത്തുന്നതും
ഇസബേലിന്റെ വെല്ലുവിളി പോലെ ജനത്തിനെതിരെ വാദിക്കുന്നതുമായ സകല ദുഷ്ട വ്യാപാരങ്ങളും യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. യേശുവിന്റെ ആത്മാവെ തൊടണമേ ഇപ്പോൾ. യേശുവിൻ നാമത്തിൽ. ഏലിയാവ് പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ പറഞ്ഞല്ലാതെ. അപ്പൊ ഞാൻ പറഞ്ഞാൽ സംഭവിക്കുന്നത് ഉണ്ട്. പക്ഷെ യാക്കോബ് പറയുന്നു, ഈ പറഞ്ഞവൻ നമ്മെ പോലെ സമസ്വഭാവക്കാരൻ. ജീസസ്, ഈ പറഞ്ഞവൻ നമ്മെ പോലെ സമസ്വഭാവക്കാരൻ, നമ്മെ പോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നവൻ, നമ്മുടെ തന്നെ നിറമുള്ളവൻ, നമ്മെ പോലെ ത്വക്കുള്ളവൻ, നമ്മെ പോലെ സംസാരിക്കുന്നവൻ, നമ്മെ പോലെ പരിമിതികളുള്ളവൻ. പക്ഷേ പ്രാർത്ഥനയിൽ ആ പരിമിതികളൊന്നും വെളിയിൽ കാണുന്നില്ല. പ്രാർത്ഥനയിൽ ആ കുറവുകളൊന്നും വെളിയിൽ കാണുന്നില്ല. പ്രാർത്ഥനയിൽ ആ ചിന്തകളൊന്നും വെളിയിൽ കാണുന്നില്ല. എത്ര മനുഷ്യനാണെങ്കിലും പ്രാർത്ഥനയിൽ നിന്നെ ഒരു അസാധാരണക്കാരനാക്കുന്ന ഒരു അഭിഷേകവും ആത്മാവുമുണ്ട്. ഞാൻ പറഞ്ഞല്ലാതെ ആകാശം നിങ്ങൾക്ക് മഞ്ഞും മഴയും തരത്തില്ല, കൃഷിഫലം അതൊട്ട് അനുഭവിക്കത്തുമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, രാജാവിന് നൽകപ്പെട്ടിരിക്കുന്ന അധികാരത്തിൽ നിന്ന് കൊടുക്കാൻ കഴിയാത്ത ഒന്നാണ് സ്വർഗം ചൊരിയുന്ന മഴ, ആകാശം ചൊരിയുന്ന മഴ. രാജാവിന്റെ അധികാരത്തിൽ നിന്ന് എടുത്തു കൊടുക്കാൻ കഴിയാത്തതൊന്നാണ്, കൽപ്പനയിട്ടാൽ വെളിപ്പെടാത്ത ഒന്നാണ് മഞ്ഞ്. ഈ ലോകത്തിൽ എന്തും നടക്കും, ഈ ലോകത്തിൽ എന്ത് കാര്യങ്ങളും നടക്കും. പക്ഷെ എത്ര അധികാരമുണ്ടെങ്കിലും രാജാവിന് ചെയ്യാൻ കഴിയാത്ത, രാജാവിന്റെ അധികാരത്തിന് ചെയ്യാൻ കഴിയാത്ത ഒന്ന്, ആകാശത്ത് നിന്ന് മഴ പെയ്യിക്കാൻ കഴിയത്തില്ല. ചുരുക്കി പറഞ്ഞാൽ ഉയരത്തിൽ നിന്ന് വെളിപ്പെടുന്നതിനെ തടയാനും ഈ രാജാവിന്റെ അധികാരത്തിന് കഴിയത്തില്ല. ഉയരത്തിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതിനെ ബ്ലോക്ക് ചെയ്യാനും ഈ രാജാവിന് കഴിയത്തില്ല. ഉയരത്തിൽ നിന്ന് പെയ്യുന്ന മഴ അതൊരു ഭക്തന്റെ മേൽ പെയ്യുന്നതായിരിക്കാം, ഭക്തന്റെ കുടുംബത്തിന്റെ മേൽ പെയ്യുന്നതായിരിക്കാം, ഭക്തന്റെ ജീവിതത്തിലേക്ക് പെയ്യുന്നതായിരിക്കാം. അതും തടയാൻ ഈ ഭൂമിയിലെ ഒരു വാഴ്ചയ്ക്കും കഴിയത്തില്ല. ആമേൻ. ഭക്തന്റെ ജീവിതത്തിലേക്ക് നനവിന് വേണ്ടി കൊടുക്കുന്ന മഞ്ഞിനെ തടയാനും ഈ ഭൂമിയിലെ വാഴ്ചയ്ക്ക് കഴിയത്തില്ല. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ആരോടോ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി അറിയിക്കുന്നു, ദൈവം നിനക്കു വേണ്ടി സ്വർഗം തുറന്ന പ്രാർത്ഥനയിൽ ഇറക്കാൻ ആഗ്രഹിക്കുന്നത് തടയാൻ ഈ ഭൂമിയിലെ ഒരു ഇസബേലിന്റെ വാക്കിനും കഴിയത്തില്ല. ഈ ഭൂമിയിലെ ഒരാഹാബിന്റെ ശക്തിക്കും കഴിയത്തില്ല. ഈ ഭൂമിയിലെ ഒരശേര പ്രതിഷ്ഠകൾക്കും കഴിയത്തില്ല. ഓ മൈ ഗോഡ്, എത്ര തന്നെ വലിയ അശേര പ്രതിഷ്ഠകൾ എഴുന്നേറ്റ് നിന്റെ വാഗ്ദത്തത്തിന് എതിരിട്ട് നിന്നാലും നിന്റെ പ്രാർത്ഥനയിൽ തകരാവുന്നതേ ഉള്ളൂ ഈ പ്രതിഷ്ഠകൾ. ഓ എത്ര വലിയ ബാലിന്റെ വിഗ്രഹങ്ങൾ എഴുന്നേറ്റ് നിന്നാലും, ഒരു ബാൽ കുടുംബമാ ഇസബേൽ, ഒരു ബാല. പ്രൈസ് ടു ജീസസ്. പ്രാർത്ഥിക്കുന്ന ഭക്തന് നേരെ അതിനിപ്പോ ഏത് ദിക്കിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഇസബേലിന്റെ ആഹ്വാനങ്ങളാണെങ്കിലും ആരോപണങ്ങളാണെങ്കിലും ശക്തികളാണെങ്കിലും, ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവന്റെ ശബ്ദം ഉലകം ചുറ്റുന്ന ശബ്ദമാണ്. അത് ഏത് ദിക്കിൽ നിന്ന് വന്നാലും അതിന്റെ ഉത്ഭവ സ്ഥാനത്ത് ചെന്ന് നശിപ്പിക്കാൻ തക്കവണ്ണമുള്ള പ്രാർത്ഥനയുടെ ആത്മാവ് ഇന്ന് രാത്രി ആരുടെയൊക്കെയോ മേൽ വ്യാപരിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല പാസ്റ്ററെ. അതെങ്ങനെ ആഹാബിന്റെ ശക്തിയെ തകർക്കുന്ന പ്രാർത്ഥന? അതെങ്ങനെ ഇസബേലിന്റെ ശക്തിയെ തകർക്കുന്ന പ്രാർത്ഥന? ഏലിയാവ് എങ്ങനെയാ പ്രാർത്ഥിച്ചത്? നമ്മെ പോലെ സമസ്വഭാവമുള്ള ഒരു വ്യക്തി, പക്ഷേ തന്റെ പ്രാർത്ഥനയിൽ ആഴമേറിയ വിശ്വാസമുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചാൽ മഞ്ഞും മഴയും നിൽക്കുമെന്നും, ഞാൻ പ്രാർത്ഥിച്ചാൽ മഞ്ഞും മഴയും പെയ്യുമെന്നുള്ളൊരു വിശ്വാസം. ഇന്ന് രാത്രി ഡ്രൈ ലാൻഡ് ആയിട്ടാണോ എന്നെ കേൾക്കുന്നേ? വളരെയേറെ ഡ്രൈ ലാൻഡ് ആയിട്ടാണോ എന്നെ കേൾക്കുന്നേ? തകർന്ന ഒരു ഹൃദയം, മുള പൊട്ടാത്ത വറ്റി വരണ്ട ഒരു മണ്ണുള്ള ഒരു അനുഭവം, മഞ്ഞ് പെയ്യാത്ത, മഴ പെയ്യാത്ത, വെള്ളത്തിനു വേണ്ടി ദാഹിക്കുന്ന, വാ തുറന്നിരിക്കുന്ന ഒരു ഭൂമി പോലെ വിണ്ട് കീറിയ അനുഭവങ്ങളിലാണോ
എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തിരിക്കുന്നത്. പക്ഷെ ഞാൻ ആത്മാവിലൊരു കാര്യം നിങ്ങളോട് പ്രവചിച്ചു പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഈ അവസ്ഥയ്ക്ക് വ്യത്യാസം തരാൻ കഴിയും. വിശ്വസിക്കുന്നു? ഇന്നത്തെ നമ്മുടെ തലക്കെട്ടിതാണ്, വീണ്ടും പ്രാർത്ഥിക്കാമോ? ഏലിയാവിനെ കുറിച്ച് യാക്കോബ് സാക്ഷ്യപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. 2 പ്രാവശ്യം പ്രാർത്ഥിച്ചു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്തും മഴ പെയ്തില്ല. 18-ാമത്തെ വാക്യം, അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ. നമ്മുടെ ലൈഫിൽ ഇതൊരു റീസ്റ്റാർട്ടിങ് ആയിരിക്കണം. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ, കണ്ടോ, അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ദൂതിതാണ്. ഒരിക്കൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു കാലത്ത് ഏലിയാവ് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ആകാശം മഴ ബ്ലോക്ക് ചെയ്തത്, മഞ്ഞും ബ്ലോക്ക് ചെയ്തത്. ഞാൻ അതവിടെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന കാലത്ത് ഞാൻ ഇങ്ങനെ ആ ദൂതിനെ കൺവേർട്ട് ചെയ്യുന്നു. ഇസബേലിന്റെ ശക്തിയാൽ, ആഹാബിന്റെ സ്വാധീനത്താൽ നിങ്ങളുടെ ആകാശം മഞ്ഞ് പൊഴിക്കാതെയും നിങ്ങളുടെ ആകാശം മഴ പെയ്യിക്കാതെയും ഇരുന്നു എങ്കിൽ, അല്ലെങ്കിൽ പെയ്ത മഞ്ഞും പെയ്ത മഴയും നിങ്ങളുടെ ഭൂമിയിലേക്ക് ഒഴുകി വരാതിരുന്നു എങ്കിൽ, അതിനെ ഒരു ആഹാബിന്റെ ശക്തി തടഞ്ഞെങ്കിൽ, അതിനെ ഒരു ഇസബേലിന്റെ ശക്തി തടഞ്ഞെങ്കിൽ, ഞാൻ 18-ാമത്തെ വാക്യം ഞാൻ ഇവിടെ എടുക്കുകയാണ്. ഏലിയാവ് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ, ഓ മൈ ഗോഡ്, അതൊരു ഭയങ്കര ദൂതാണ് പ്രിയപ്പെട്ടവരെ. ഏലിയാവിന്റെ ആദ്യ പ്രാർത്ഥനയിൽ അടഞ്ഞ ആകാശവും ഭൂമിയും ഏലിയാവിന്റെ 2ാം പ്രാർത്ഥനയിൽ തുറന്നെങ്കിൽ, ഒരു ഭക്തനിൽ ദൈവമിട്ടിരിക്കുന്ന 2 അധികാരമാണ്, അടയ്ക്കാനും തുറക്കാനുമുള്ള അധികാരം. ഇത് 2ഉം നിക്ഷിപ്തമായിരിക്കുന്നത് പ്രാർത്ഥനയിൽ തന്നെയാണ്. ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ഈ ഭൂമിയെയും ആകാശത്തെയും അന്തരീക്ഷത്തെയും നിയന്ത്രിക്കാനുള്ള അതോറിറ്റി ഉണ്ട്, അധികാരമുണ്ട്. അത് യേശുവിന്റെ മിനിസ്ട്രിയിൽ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഇവിടെ ഏലിയാവിന്റെ ആ വാക്ക്, യാക്കോബ് പറയുന്ന ആ ഒരു വാക്ക്, 18-ാമത്തെ വാക്യം, പക്ഷേ അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ, മടുത്തുപോയ ആരോടോ, തകർന്നിരിക്കുന്ന ആരോടോ, പ്രതീക്ഷ നഷ്ടപ്പെട്ടും പ്രത്യാശയില്ലാതെയും ഇരിക്കുന്ന ആരോടോ, പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാത്ത ആരോടോ, പ്രാർത്ഥിച്ച് കൈവിട്ട ആരോടോ, പ്രാർത്ഥനയിൽ ഹോപ്പ് നഷ്ടപ്പെട്ട ആരോടോ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു, പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. വീണ്ടും അവൻ പ്രാർത്ഥിച്ചപ്പോൾ, ഏലിയാവ് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ, ആ വാക്ക് തന്നെ ആത്മാവ് റിപ്പീറ്റ് ചെയ്യുകയാണ്. ഏലിയാവ് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ, ഓ മൈ ഗോഡ്, ഏലിയാവ് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശം മഴ പെയ്യിച്ചു, മഞ്ഞും കൊടുത്തു, ഭൂമിയിലെ വിളകൾ ധാന്യം വിളയിച്ചു തുടങ്ങി. ഒരു ഭയങ്കരമായ ബോറിംഗ് നടക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആരെയൊക്കെയോ ഈ ദൂത് ഷെയ്പ്പ് ചെയ്യുന്നുണ്ട്, ബോർ ചെയ്തെടുക്കുന്നുണ്ട്, അവരെ രാഗി എടുക്കുന്നുണ്ട്. ഈ ദൂത് ആരെയൊക്കെ രാഗി എടുക്കുന്നുണ്ട്. ഭയങ്കര ബോറിംഗ് നടക്കുകയാണ്. മെസ്സേജ് കേട്ടുള്ള ബോറടിയല്ല. മെസ്സേജ് കേട്ട് ബോറടിക്കുന്നെങ്കിൽ പൊയ്ക്കൊള്ളുക, കുഴപ്പമില്ല. പക്ഷെ ഇതിനകത്ത് ഈ ദൂത് വേണ്ടവരുണ്ടെന്ന് ആത്മാവ് വ്യക്തമായി എൻ്റെ ഉള്ളിൽ ബോധ്യം തരുന്നുണ്ട്. വ്യക്തമായി പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യം തരുന്നുണ്ട്. ആ വാക്ക് ഇങ്ങനെയാണ്, അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ. ഞാൻ വേറെ എവിടെയും ഇങ്ങനത്തെ വാക്ക് ഇത്രയും പഞ്ച് ചെയ്ത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് ഇത്രത്തോളം ഞാൻ ഇങ്ങനെ ഞാൻ സംസാരിച്ചത് വളരെ കുറവാണ്, ഒരു വാക്ക് തന്നെ. പക്ഷെ ഏലിയാവ് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ, ഇത് നമ്മുടെ ഈ പുതിയ നിയമ സഭയ്ക്ക് കിട്ടേണ്ട ഒരു റെവലേഷൻ ആണ്. വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ തുറന്നു കിടന്നതിനെ അടയ്ക്കാനുള്ള ഏലിയാവിൽ വ്യാപരിച്ച അഭിഷേകം, പ്ലസ് അടഞ്ഞു കിടന്നതിനെ തുറക്കാൻ ഏലിയാവിൽ വ്യാപരിച്ച അഭിഷേകം. ജീസസ് കേട്ടെ, തുറന്നു കിടന്നതിനെ അടയ്ക്കാൻ ഏലിയാവിൽ വ്യാപരിച്ച അഭിഷേകം, അടഞ്ഞു കിടന്നതിനെ തുറക്കാൻ ഏലിയാവിൽ വ്യാപരിച്ച അഭിഷേകം. വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, 19-ാമത്തെ അധ്യായമാണെന്ന് എനിക്കറിയില്ല. പ്രവചന കാലത്ത് ഒരു പ്രവാചകൻ പറയുന്നത് അതുപോലെ സംഭവിക്കും. ഇതൊരു പ്രവചനകാലമാണ്. പ്രവചനകാലത്തിൽ ഒരു പ്രവാചകൻ ഒരു വായിൽ നിന്നൊരു വാക്ക് അധികാരത്തോടെ വിശ്വാസത്തോടെ പറഞ്ഞാൽ
അതങ്ങനെ തന്നെ സംഭവിക്കും. അത് പ്രവചനകാലമാണ്. അത് വെളിപ്പാട് പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുള്ളത്. എനിക്ക് റെഫറൻസ് എനിക്ക് ഓർമ്മ വരുന്നില്ല. 19-ാമത്തെ അധ്യായമാണോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഒരു പ്രവാചകന്റെ വാ തുറന്ന് പറഞ്ഞാൽ അത് നെറ്റിൽ എഴുതി വിട്ടിച്ചുകൊണ്ട് നടക്കുമൊന്നും വേണ്ട. നമ്മുടെ അകത്തിരിക്കുന്ന ആത്മാവ് ആരുടെ ആത്മാവാന്ന് തിരിച്ചറിഞ്ഞാൽ മതി. നിങ്ങൾ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നൊരു വ്യക്തിയാണോ? നിങ്ങൾ വരുമാനമില്ലാതെ ബുദ്ധിമുട്ടുന്നൊരു വ്യക്തിയാണോ? കുടുംബജീവിതം എങ്ങനെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുമെന്നറിയാതെ ഭാരപ്പെടുന്നൊരു വ്യക്തിയാണോ? കടഭാരം കൊണ്ട് പൊറുതിമുട്ടുന്നൊരു വ്യക്തിയാണോ? ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നൊരു വ്യക്തിയാണോ? നിങ്ങൾ ഇതാ പിടിച്ചോ, നിങ്ങൾ ഇതാ വരുന്നു, ഇതൊന്നും പറയാൻ ഞാനില്ല. അതൊന്നും അല്ല എൻ്റെ ഉദ്ദേശം. ഞാൻ ഇത്രയും മാത്രമേ നിങ്ങളെ ഏൽപ്പിക്കുന്നുള്ളൂ. സത്യവചനമേ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നുള്ളൂ. നിങ്ങൾ അങ്ങനെ ചെയ്തു കൊള്ളുക. അല്ലാതെ അതാ ഇപ്പം തീരുന്നു, നിങ്ങൾ അടുത്ത സമയം നിങ്ങൾ നോക്കുമ്പം അക്കൗണ്ട് ലോൺ പേ ചെയ്തിരിക്കുന്നതായി കാണും. ഇതൊന്നും പറയാൻ ഞാനില്ല. ദൈവം അങ്ങനെ ചെയ്യാനും വിശ്വസ്തനാണ്. ദൈവത്താൽ അസാധ്യമായ ഒരു കാര്യം ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ദൈവം ചെയ്യത്തില്ല എന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം നിഷ്കളങ്കമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നു. ഏലിയാവിനെ കുറിച്ച് യാക്കോബ് സാക്ഷ്യം പറഞ്ഞെങ്കിൽ, പുതിയ നിയമത്തിലെ യാക്കോബ് പഴയ നിയമത്തിലെ ഏലിയാവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞെങ്കിൽ, അത്രയും വലിയൊരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രയർ ആയിരുന്നു ഏലിയാവിൻ്റെത്. ഞാൻ ഇങ്ങനെ കൈമാറുകയാണ്. ഞാൻ നേരത്തെ ചോദിച്ച കാര്യങ്ങൾക്കകത്തൊക്കെ ബുദ്ധിമുട്ടുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പുറത്തുള്ള വിഷയങ്ങൾക്കകത്ത് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ വിശ്വാസത്തോടെ ധൈര്യത്തോടെ ഞാൻ ഈ വചനത്തിൽ നിന്നെടുത്ത് തരുന്നോട് എത്ര ധൈര്യം. ഞാൻ യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഈ വചനത്തിൽ നിന്ന് ഞാൻ എടുത്തു തരുന്നു. എനിക്ക് സ്വന്തമായി ഒന്നും നിങ്ങൾക്ക് തരാനില്ല. പക്ഷെ ഞാൻ അത്ര ഉറപ്പോടെ തരുന്നു. ഏലിയാവ് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ, ഈ വാക്ക് മാത്രമേ ഞാൻ തരുന്നുള്ളൂ, വേറെ ഒരു വചനവും നിങ്ങളുടെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കുന്നില്ല. ഏലിയാവ് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ, ഇത്രയും മാത്രം നിങ്ങൾ പിടിച്ചാൽ മതി. ഈ വാക്ക് മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി. വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ, പ്രാർത്ഥനയ്ക്കകത്ത് മറുപടി ഉണ്ടെന്നും വിടുതലുണ്ടെന്നും അനുഭവിച്ച വലിയൊരു മനുഷ്യനാണ് ഞാൻ. അനുഭവം കൊണ്ടുള്ള വലിപ്പമാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ വലിയ മനുഷ്യനെന്നല്ല. അനുഭവം, പ്രാർത്ഥനയ്ക്കകത്ത് വിടുതലുണ്ട്. ഇതിനകത്ത് പ്രാർത്ഥിച്ച വിടുതലുണ്ടെന്ന് അറിയുന്ന വളരെ ചുരുക്കം ചില വ്യക്തികളെ എനിക്കറിയാം. എല്ലാവരെയും ഇല്ല, വളരെ ചുരുക്കം ചില വ്യക്തികൾ പ്രാർത്ഥനയിൽ കറകളഞ്ഞ പ്രാർത്ഥനയും കറകളഞ്ഞ വിശ്വാസത്തോടെയുള്ള വളരെ ചുരുക്കം ചില വ്യക്തികളെ എനിക്ക് ഇതിനകത്ത്, വളരെ ചുരുക്കം ചില വ്യക്തികളെ. പ്രൈസ് ടു ജീസസ്. പ്രാർത്ഥിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ പ്രവർത്തിക്കാൻ ഒരു ദൈവവും ഒരു സൈന്യവും നമ്മുടെ കൂടെ ഉണ്ട്. പ്രാർത്ഥിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ പ്രവർത്തിക്കാൻ ഒരു ദൈവവും ഒരു സൈന്യവും നമ്മുടെ കൂടെ ഉണ്ട്. ഏലിയാവ് ഒരിക്കൽ പ്രാർത്ഥിച്ചപ്പോൾ 3 ആണ്ടും 6 മാസവും ആകാശം അടഞ്ഞു കിടന്നു. ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണ്. യാക്കോബ് പറയുന്നത് സമസ്വഭാവക്കാരനെന്ന്, എന്നെ നിങ്ങളെ പോലെ ആ സമസ്വഭാവക്കാരൻ്റെ ഒരു പ്രാർത്ഥനയിൽ ഒരു തലം അടഞ്ഞു. അതേ സമസ്വഭാവക്കാരനോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നീ നിന്നെ തന്നെ പോയി ആഹാബിന് വെളിപ്പെടുത്തുക, ഞാൻ ദേശത്ത് മഴ പെയ്യിക്കാൻ പോകുന്നു. ഇതൊരു പ്രവചനമാണ്. സ്വീകരിക്കാൻ കൃപയുള്ളവർ സ്വീകരിക്കട്ടെ. ഞാൻ ദേശത്ത് മഴ പെയ്യിക്കാൻ പോകുന്നു, ധാന്യങ്ങൾ വിളയിക്കാൻ പോകുന്നു. God is going to do something for you, my dear. God is going to do something for you. വിശ്വസിക്കുന്ന ആർക്കൊക്കെയോ വേണ്ടി ആഹാബിന് ഒളിച്ചിരിക്കാൻ പറഞ്ഞ അതേ ദൈവം പറഞ്ഞു ആഹാബിന്റെ മുന്നിൽ പോയി വെളിപ്പെടുത്ത. ദൂത് ഭയങ്കരമാണ്. ആഹാബിന്റെ മുമ്പിൽ പോയി പ്രവചിക്കാൻ പറഞ്ഞ അതേ ദൈവം പ്രവചിച്ചിട്ട് പറയടാ ഓടിക്കോ, കെരീത്ത് തോട്ടിനരികെ പോയി ഒളിച്ചിരിക്കുക. വിരോധാഭാസമായി പോയല്ലോ. ആഹാബ് രാജാവിന്റെ മുന്നേ പോയി പ്രവചിക്കാൻ പറഞ്ഞ ദൈവം പ്രവചിച്ച് അങ്ങോട്ട് കഴിഞ്ഞെന്ന് പറയാം, ഓടിക്കോ, കെരീത്ത് തോട്ടിന്റെ അരികെ പോയി ഒളിച്ചിരിക്കുക. മുന്നിൽ പോയി നിന്ന് പ്രവചിക്കാൻ പറഞ്ഞ ദൈവം തോടിനരികെ പോയി ഒളിച്ചിരിക്കാൻ പറയുന്നത് വിരോധാഭാസ അല്ലേ? അല്ല. അഭിഷേകമുള്ളൊരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ ആരും അറിയപ്പെടാതെ ഇരിക്കാൻ ഒരു കാലമുണ്ട്. അഭിഷേകമുള്ള ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ ആരാലും അറിയപ്പെടാതിരിക്കാനും ആരും അടുത്തു വന്ന് എത്താതിരിക്കാനും തക്കവണ്ണമുള്ള ഒരു ജീവിത സമയമുണ്ട്. കെരീത്ത് തോട്ടിനരികെ
തികച്ചും ഏകാന്തത അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഏലിയ പ്രവാചകൻ. അല്ലെന്ന് പറയാൻ പറ്റുമോ? കെരീത്ത് തോട്ടിനരികെ ആരെങ്കിലും തനിക്ക് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഫുഡ് കൊണ്ടുകൊടുത്തോ? പറയേ, മനുഷ്യരാരെങ്കിലും കൊണ്ടു കൊടുത്തോ? ഇതുപോലെ സ്വന്തം നാട്ടിൽ നിന്ന് കെരീത്ത് തോട്ടിലേക്ക് ദൈവം അയച്ച ആരൊക്കെയോ ഇതിനകത്തുണ്ട്. ഉണ്ട്. സ്വന്തം നാട്ടിൽ നിന്ന്, സ്വന്തം വീട്ടിൽ നിന്ന്, സ്വന്തക്കാരുടെ ഇടയിൽ നിന്ന് ഒളിച്ചു പാർക്കുന്നത് പോലെ ഭയങ്കരമായ ഏകാന്തതയിലേക്ക്, കെരീത്ത് തോട്ടിലേക്ക് അയക്കപ്പെട്ട ആരൊക്കെയോ ഇന്ന് രാത്രി ഈ മെസ്സേജ് കേൾക്കുന്നുണ്ട്. കെരീത്ത് തോട്ടിലെ ഏലിയാവിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, തനിക്ക് പോയി കൂലിവേല ചെയ്ത് കൂലി വാങ്ങാൻ തനിക്കൊരു ജോലിയില്ല. തനിക്ക് കൃഷി നടാൻ തനിക്ക് ആ കെരീത്ത് തൊട്ടി പറമ്പില്ല. എന്നാ പിന്നെ കൃഷി വരുമാനം എടുക്കാം. ഒരു കപ്പയെങ്കിലും നട്ട് കപ്പ പുഴുങ്ങി കഴിക്കാന്ന് വെച്ചാൽ അതിനുമുള്ള വകുപ്പ് തന്റെ കയ്യിലില്ല. ദൈവം ഇത്രേ തന്നോട് പറഞ്ഞുള്ളൂ. ആഹാബിനോട് നീ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു, ഇറങ്ങവിടുന്ന നേരെ നീ പോയി കെരീത്ത് തോട്ടിനരികെ പോയി ഒളിച്ചു പാർക്കാനാ പറഞ്ഞു. കുഞ്ഞെ, ഞാൻ ആത്മാവിൽ ചിലരോട് ഇത് പ്രവചിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. എത്ര ശ്രമിച്ചിട്ടും പലരുടെയും മുമ്പിൽ തല ഉയർത്തി നിൽക്കാനും, പലരുടെയും മുമ്പിൽ ഒന്ന് മാനിക്കപ്പെടാനും, പലരുടെ മുമ്പിലും ഒന്ന് നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാനും, പലരുടെയും മുമ്പിൽ ദൈവം നിങ്ങളുടെ മേൽ ഇട്ടിരിക്കുന്ന വാഗ്ദത്തം ഒന്ന് തെളിയിക്കാനും, പലരുടെയും മുമ്പിൽ ദൈവം നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന പദ്ധതികൾ പ്രവാചകന്മാരോട് പറഞ്ഞത് ഒന്ന് തെളിയിച്ച് കാണിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടും കഴിയാതെ ഇപ്പോഴും ഒരു കെരീത്ത് തോട്ടിനരികെ കാക്ക കൊണ്ടുവരുന്ന അപ്പ ഇറച്ചികളെ നോക്കിയിരിക്കുന്നത് പോലെ സമയം നോക്കിയിരിക്കുന്ന, എന്റെ വിടുതൽ ഇന്ന്, എന്റെ വിടുതൽ നാളെ, എന്റെ വിടുതൽ മറ്റന്നാളെന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ ഒരു കാക്കയുടെ വരവ് കാത്തിരിക്കുന്നത് പോലെ ഇരിക്കുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഞാൻ വ്യക്തമായും സ്നേഹത്തോടെയും താഴ്മയോടും ഞാൻ പറയട്ടെ, എത്ര അഭിഷേകമുള്ളൊരു വ്യക്തിക്കും അവന്റെ ജീവിതത്തിൽ ഒരു കെരീത്ത് തോടുണ്ട്. എത്ര അഭിഷേകമുള്ള പ്രാർത്ഥിക്കുന്ന വ്യക്തിയെയും ദൈവം ചില ദിവസം കെരീത്ത് തോട്ടിന്റെ അരികിൽ ഇരുത്തി പ്രാർത്ഥിപ്പിച്ചു പഠിപ്പിക്കും. എത്ര അഭിഷേകമുള്ള വ്യക്തിയും എത്ര പ്രാർത്ഥിക്കുന്ന വ്യക്തിയെയും ഒരു കാലം ദൈവം ഒളിച്ചു വെക്കും. നീ ഇപ്പൊ പുറത്ത് കണ്ടാൽ ശരിയാകത്തില്ല. ദൈവം ഒളിച്ചു വെച്ച് വളർത്തുന്ന ചില വ്യക്തികളെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഈ കെരീത്ത് തോട്ടിനകത്ത് അടിയിൽ താൻ ഇരുന്നപ്പോഴും ദൈവം ഒളിച്ചു വെച്ച് തന്നെ പോഷിപ്പിക്കുകയായിരുന്നു. സ്വന്തമായിട്ട് തനിക്ക് പറമ്പില്ല ഈ തോടിനരികിൽ. ആകപ്പാടെ ഉള്ളത് ഉത്ഭവ സ്ഥലത്തുനിന്ന് ഒഴുകി വരുന്ന വെള്ളം മാത്രം, പൈസ കൊടുക്കാതെ എടുത്തു കുടിക്കാം. അപ്പൊ പിന്നെ അപ്പ ആര് കൊടുക്കും? ഏലിയാവ് അതിനെക്കുറിച്ച് ബോധേഡായില്ല. കാരണം ഒളിച്ചിരിക്കാൻ മാത്രമേ കർത്താവ് പറഞ്ഞുള്ളൂ. ദൈവം നിന്നോട് ഒരു റൂട്ടിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ പറഞ്ഞാൽ ആ റൂട്ടിലേക്ക് പോകുമ്പോഴുള്ള ബാക്കിയുള്ള അമ്യൂണിറ്റീസിനെ കുറിച്ച് നീ ചോദിക്കണ്ട. ഞാൻ ഇറങ്ങി പുറപ്പെട്ടാൽ അപ്പൊ പിന്നെ 10 മണിക്കുള്ള ചായ, 1:30ക്കുള്ള ലഞ്ച്, 4 മണിക്കുള്ള ചായവട, പിന്നെ 8 മണിക്കുള്ള എൻ്റെ ഡിന്നർ, സപ്പർ എന്ന് വേണമെങ്കിൽ എന്തൊക്കെയാ ചോദിക്കേണ്ടത്? നമ്മളൊരു 1500 ചോദ്യങ്ങളാണ് ദൈവത്തിന്റെ ഒരൊറ്റ മറുപടിക്ക് ചോദിക്കുന്നത്. സത്യമല്ലേ? പക്ഷേ ഏലിയാവിനോട് പറഞ്ഞു, മോനെ നീ രാജാവിനോട് പറഞ്ഞല്ലോ, ഒളിക്കാൻ പൊക്കോ കെരീത്ത് തോട്ടിനരികിലേക്ക്. ഒളിക്കാനോ? ഇത്ര അഭിഷേകം എനിക്ക് തന്നിരിക്കുമ്പോൾ ഒളിച്ചിരിക്കാനോ? കർത്താവ് എന്തുവാ ഈ പറയുന്നത്? ഇതൊക്കെ പ്രാപിച്ചൊന്നും അങ്ങോട്ട് എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്ത പാട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇനി പോയി ഒളിച്ചിരിക്കാൻ പറയുന്നു? നോ. എത്ര അഭിഷേകമുള്ളവനെയും ദൈവം ഒളിച്ചു പാർപ്പിക്കുന്ന ഒരു സമയമുണ്ട്. എത്ര പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെയും ദൈവം ഒളിച്ചിട്ടിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ ഒളിച്ചിരിക്കൽ കഴിഞ്ഞ് നീ പുറത്തു വരുന്ന വരവ് ഒരു ഭയങ്കര എൻട്രി ആയിരിക്കും. ആത്മാവ് ശക്തമായി ചിലരോട് പറയുന്നു, നീ ഒളിച്ചിരുന്ന് കരയുന്നതും, നീ ഒളിച്ചിരുന്ന് വേങ്ങുന്നതും, ഒളിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതും, ഒളിച്ചിരുന്ന് പ്രാപിക്കുന്നതും ഒക്കെ എക്സ്പോസ് ചെയ്ത് വരാൻ ഒരു പുതിയ തലത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ ഒളിച്ചിരുത്തി ചിറകിൻ കീഴിൽ വളർത്തുന്ന
ചിലരെ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ഇപ്പോൾ ചിറകിന്റെ കീഴിൽ ദൈവം ഒളിച്ചിരുത്തി പോഷിപ്പിച്ച് പുറത്തിറക്കുന്ന ചിലരുണ്ടെന്ന് ആത്മാവിനോട് ശക്തമായി പറയുന്നു. ഇന്ന് നീ വീട്ടിൽ ഒളിച്ചു പാർക്കുകയായിരിക്കാം. ആരും അറിയുന്നില്ല, ആരും നിന്നെ കാണുന്നില്ല, ആരും നിന്നെ അംഗീകരിക്കുന്നില്ല, ആരും നിങ്ങളെ സ്നേഹിക്കുന്നില്ല, ആരും നിങ്ങൾക്ക് കൊണ്ടുതരുന്നില്ല. ഏലിയാവിനും ഇല്ലായിരുന്നു ആരും കൊണ്ടുതരാൻ. മനുഷ്യൻ ഒരെണ്ണം ഇല്ലായിരുന്നു ഏലിയാവിന് പോഷിപ്പിക്കാൻ. ഏലിയാവിന്റെ ദൂത് കേൾക്കാൻ ആൾക്കാരുണ്ടായിരുന്നു, ഏലിയാവിന്റെ പ്രവചനം കേൾക്കാൻ ആളുണ്ടായിരുന്നു. പക്ഷേ ഏലിയാവിന്റെ വയറന്വേഷിക്കാൻ ആരുമില്ല. കാര്യം എന്നാ? ദൈവശബ്ദം കേട്ട് ഇറങ്ങിയോണ്ട. ദൈവശബ്ദം കേട്ട് കെരീത്ത് തോട്ടിന്റെ അരികിലേക്ക് താൻ പോയതുകൊണ്ട്. ദൂത് കേട്ട് ആരും, വിടുതൽ പ്രാപിച്ച ആരും ഏലിയാവിന് അപ്പവും ഇറച്ചിയൊന്നും കൊണ്ടുപോയില്ല. ഭൂമിയിൽ ഒരു മനുഷ്യനെ അതിന് തെരഞ്ഞെടുക്കാൻ കൊള്ളാത്തത് കൊണ്ട് ദൈവം തന്നെ അയച്ച കാക്കായെ കർത്താവ് കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്തിരുന്നു. എൻ്റെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ കാക്ക വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെയൊക്കെ ജീവിതത്തിൽ കാക്ക വന്നിട്ടുണ്ട്. പ്രൈസ് ടു ജീസസ്. ആ കാക്കായെ ദൈവം അറേഞ്ച് ചെയ്തപ്പോൾ എന്നെ ചിന്തിപ്പിച്ച അടുത്തൊരു കാര്യം, രാവിലെയും വൈകുന്നേരവും 2 നേരവും നോൺ വെജ് ആണ്, അപ്പവും ഇറച്ചിയും. അത് രാജാക്കന്മാരുടെ പുസ്തകം 15 വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്നെ ചിന്തിപ്പിച്ച കാര്യം, ആ ദേശത്ത് 3 ആണ്ടും 6 മാസവും ആകാശം അടഞ്ഞുകിടന്നു, ഭൂമി ധാന്യം വിളയിച്ചില്ല. പിന്നെ ഈ അപ്പം എവിടെ ഉണ്ടായി? സാധാരണക്കാരന്റെ വീട്ടിലെല്ലാം ക്ഷാമമാണ്, സാധാരണക്കാരന്റെ വീടുകളിലെല്ലാം ക്ഷാമമാണ്. അവിടെ കഞ്ഞിയാണോ കഞ്ഞിവെള്ളമാണോ എനിക്കറിയത്തില്ല, എന്തായാലും ഭൂമി വിളയിച്ചില്ല, ദേശത്തെങ്ങും ക്ഷാമം ഉണ്ടായി എന്ന് വചനം പറയുന്നു. വചനം പറഞ്ഞതാ. ഏലിയാവിന് 2 നേരം ഈ നോൺ വെജ് ഫുഡ് എവിടുന്ന് വന്നു? ഓക്കെ, എനിക്കൊരൊറ്റ സാധ്യതയെ കാണുന്നുള്ളൂ, അത് ആഹാബിന്റെ കൊട്ടാരത്തിൽ നിന്നാണ്. അതേതോ കൊട്ടാരത്തിൽ നിന്നാണ്, അതേതോ കൊട്ടാരത്തിൽ നിന്നാണ്, അതേതോ കൊട്ടാരത്തിൽ നിന്നാണ്. കൊട്ടാരത്തിൽ മാത്രമേ അന്നം മുട്ടാത്ത സ്ഥലമുള്ളൂ. ബാക്കി എല്ലാ ചെറു കോളനികളിലും, ചെറു സ്ഥലങ്ങളിലും, ചെറു വീതികളിലും ഇരിക്കുന്ന എല്ലാ വീടുകൾക്കകത്തും ദേശത്തെങ്ങും ക്ഷാമമുണ്ടായി. ഏലിയാവേ മോനെ, നീ ഒരു വീട്ടിലും പോയി കൈ നീട്ടാതെ 2 നേരം ഫുഡ്, 1 നേരം ഫാസ്റ്റിംഗ്. അത് കിട്ടുന്ന സമയത്തോ കഞ്ഞിയും വെള്ളം ഇച്ചിരി അച്ചാറും അല്ല, അപ്പവും ഇറച്ചി കഷ്ണവും. മൈ ജീസസ്. കർത്താവ് കൊടുത്തത് കാക്കയിലൂടെ. കാക്ക പോയി കൊണ്ടുവന്നത് കൊട്ടാരത്തിൽ നിന്ന്. വചനം പറയുന്നില്ല, വചനം കൊട്ടാരത്തിൽ നിന്ന് അപ്പം എടുത്തുകൊണ്ട് വന്നെന്ന് പറയുന്നില്ല. വചനം പക്ഷെ പറയുന്നു ദൈവം കൊടുത്തു വിട്ടു എന്ന് പറയുന്നു. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദേശത്തെല്ലായിടത്തും ക്ഷാമം. ഈ സാധാ വീടുകളിൽ നിന്നൊന്നും പോയി കാക്ക എടുത്തോണ്ട് വരത്തില്ല മീൻസ് ആ പിള്ളേർക്ക് പോലും അതിനകത്ത് തിന്നാനില്ല. അപ്പൊ കൊട്ടാരത്തിൽ നിന്ന് ഏതോ രാജകുമാരനോ ഏതോ ഒരു കുട്ടിപ്പട്ടാളമോ ചാടി അപ്പവും കൊണ്ട് പുറത്തിറങ്ങിയപ്പോ കാക്ക അടിച്ചോണ്ട് പോകാനേ വഴിയുള്ളൂ. ഞാൻ സന്തോഷത്തോടെ അങ്ങ് പറയുന്നതാ, വഴിയുള്ളൂ. പക്ഷെ എന്തായാലും എവിടുന്ന് കൊണ്ടുവരണമെന്നും ആർക്ക് കൊടുക്കണമെന്നും ദൈവം നോക്കിയിരിക്കുന്ന ദൈവം നോക്കുന്ന ഒരു ഭക്തന് എവിടുന്ന് കൊണ്ടുവരണമെന്നും എങ്ങനെ കൊടുക്കണമെന്നും എങ്ങനെ അവന്റെ ആയുസ്സിനെ പരിപാലിക്കണമെന്നും ദൈവം അറിയുന്നു. ഹല്ലേലൂയ. ഞാൻ പറയണ്ട എവിടെ ഗോതമ്പുണ്ട്, എവിടെ യവമുണ്ട്. കർത്താവെ, അവിടെ അരിമാവുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഇവിടെ മൈദമാവേ ഉള്ളൂ. ഞാൻ പറയണ്ട, ദൈവത്തിനറിയാം. നിങ്ങൾക്ക് ജോലിയില്ല എന്നുള്ളത് ദൈവത്തിനറിയാം. നിങ്ങൾക്ക് വരുമാനം സഫീഷ്യന്റ് അല്ലെന്നുള്ളത് ദൈവത്തിനറിയാം. നിങ്ങൾക്കൊരു പ്രൊമോഷൻ വേണം എന്നുള്ളത് ദൈവത്തിനറിയാം. നിങ്ങൾക്ക് ഒരു കുഞ്ഞല്ല, നിങ്ങൾക്ക് 3 മക്കളാണ്, 3 പേരെയും പഠിപ്പിക്കണം, 3 പേരെയും വളർത്തണം, 3 പേർക്കും ഭക്ഷണം കൊടുക്കണമെന്നുള്ളത് ദൈവത്തിനറിയാം. നിങ്ങൾക്ക് ശുശ്രൂഷ ഉണ്ടെന്നുള്ളത് ദൈവത്തിനറിയാം. നിങ്ങളെ ദൈവമാ വിളിച്ചെന്നുള്ളത് ദൈവത്തിനറിയാം. ദൈവം മറന്നുപോയിട്ടില്ല. പക്ഷേ ഒളിച്ചിരിക്കാൻ ഒരു സമയമുണ്ടെങ്കിൽ എഴുന്നേൽക്കുക, നിന്നെ തന്നെ ആഹാബിന് വെളിപ്പെടുത്തുക എന്ന് പറയാനും ഒരു സമയമുണ്ട്. വീണ്ടും ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ആകാശം മഴ പെയ്യിച്ചു, ഭൂമി ധാന്യം വിളയിച്ചു എന്ന് തിരുവെഴുത്ത് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇന്ന് രാത്രിയിൽ ആരുടെയൊക്കെയോ പ്രാർത്ഥനയിൽ സ്വർഗം തുറക്കാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളിലും അടയട്ടെ, എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടഞ്ഞിരിക്കട്ടെ.
ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി വ്യാപരിക്കണം ഞങ്ങളുടെ ലൈഫിൽ. പപ്പാ, എതിർ പ്രാർത്ഥനകൾ നടത്തിയും വിടക്ക് കണ്ണിട്ടും ദുഷ്ടവാക്കുകൾ പറഞ്ഞു പ്രാഗിയും ശപിച്ചും ഞങ്ങളുടെ ലൈഫിൽ തുറന്നു വന്നുകൊണ്ടിരുന്ന എല്ലാ നന്മകളും അടച്ച പൈശാചിക വ്യാപാരത്തെ, ഈസബേലിന്റെ ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് സഭയായി ശാസിക്കുന്നു, ബ്രേക്ക് ചെയ്യുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ യൂട്യൂബ് വ്യൂവേഴ്സിന്റെ മേലും, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ സൂം വ്യൂവേഴ്സിന്റെ മേലും, ഓരോ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മേലും ഇന്ന് രാത്രിയിൽ യേശുവിൻ നാമത്തിൽ ഈ വചനത്തിന്റെ ശക്തിയാൽ അടഞ്ഞ വാതിൽ തുറന്നു വരട്ടെ. ഞാനിവരെ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. എന്റെ ദൈവം അങ്ങനെ ചെയ്തതിനായി നന്ദി. ഞങ്ങളുടെ പ്ലാറ്റ്ഫോം യേശുവിന്റെ നാമത്തിൽ ഇതിന്റെ അതിരുകൾ വിശാലമാകാൻ കൽപ്പിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിന്റെ അതിരുകൾ വിശാലമാകാൻ കൽപ്പിക്കുന്നു. ഈ നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിൽ യേശുവിന്റെ നാമത്തിൽ ഇതിന്റെ ബൗണ്ടറികൾ ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്. ഇതിന്റെ പരിമിതികളെ ബ്രേക്ക് ചെയ്യുകയാണ്. ഇതിന്റെ അതിരുകളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ വിശാലമാക്കിയതായി പ്രഖ്യാപിക്കുന്നു. ഇതിലേക്കുള്ള ആത്മാവിന്റെ ഒഴുക്ക് തടയുന്ന, മഞ്ഞു തടയുന്ന, മഴ തടയുന്ന സകല തടസ്സങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സഭയായി ഒരുമിച്ച് അതിനെ ശാസിച്ച് ക്യാൻസൽ ചെയ്യുന്നു. തിരുനാമം മഹത്വപ്പെടണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഞങ്ങളെ യൂട്യൂബിൽ കാണുന്ന എല്ലാ ദൈവമക്കളുടെ ശ്രദ്ധയ്ക്ക് എല്ലാ ദിവസവും വൈകുന്നേരം 6:30 മണി മുതൽ 8 മണി വരെ ഞങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഈ മീറ്റിംഗ് നടക്കുന്നു. ഒരു ദിവസം പോലും ദൈവവചനത്തിന് ഇവിടെ കുറവില്ല. എല്ലാ ദിവസവും 6:30 മണി മുതൽ 8 മണി വരെ ഞങ്ങൾ ഒരുമിച്ച് ഈ ഓൺലൈനിൽ ദൈവവചനം ധ്യാനിക്കുന്നു. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ ചാനൽ സന്ദർശിക്കാം. ഇപ്പൊ തന്നെ ഈ ചാനൽ ഒന്ന് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. സോ നിങ്ങൾക്ക് നാളെ വൈകുന്നേരം 6:30 മണിക്ക് കയറിയാൽ നിശ്ചയമായിട്ടും ഈ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കുചേരാം. പുതിയൊരു സന്ദേശം കർത്താവ് നിങ്ങളെ കേൾപ്പിക്കും, നിങ്ങളെ ബലപ്പെടുത്തും, നിങ്ങളെ ദൈവം പണിതെടുക്കും. കർത്താവിൻ്റെ വരവിന് വേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കും. ദൈവരാജ്യം വിശാലമാക്കപ്പെടുക. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരു സഭ, ഒരു കൂട്ടം ഒരുങ്ങി വരിക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ ക്രിസ്തുവിൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുക. സത്യവചനത്തിൽ ഉറച്ചു നിൽക്കുക. ആരും തെറ്റി ഉഴന്നു പോകാതെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ സ്ഥാപിക്കപ്പെടുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശത്തോടെയാണ് ഈ കൂട്ടായ്മ ഞങ്ങൾ നടത്തി പോരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ അത് യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അതിൽ പ്രെയർ ലൈൻ നമ്പറുണ്ട്. നിങ്ങൾക്ക് അതിൽ വിളിക്കാം, പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പ് വഴിയോ മെസ്സഞ്ചർ വഴിയോ ബോട്ടിം വഴിയോ ഒക്കെ നോർമൽ ടെക്സ്റ്റ് മെസ്സേജ് വഴിയോ ഒക്കെ നിങ്ങൾക്ക് ഞങ്ങളെ എഴുതി അറിയിക്കാവുന്നതുമാണ്. നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് അടുത്ത ദിവസം തമ്മിൽ കാണുന്നതുവരെ ദൈവം നിങ്ങളെ ചിറകിന്റെ കീഴിൽ മറക്കട്ടെ. ആശീർവാദം പറയാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും ആശ്വാസത്തോടെ വഴി നടത്തി ഇത്രത്തോളം ഞങ്ങൾ വചനം തന്ന്, ശക്തി തന്ന, അഭിഷേകം തന്ന, ആത്മാവിനെ തന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും കാവലും ഈ യൂട്യൂബിലും സൂമിലും ഞങ്ങൾ ഇത്രയും സമയം വാച്ച് ചെയ്ത എല്ലാ ദൈവമക്കളോടും കേട്ട വചനത്തോടും സകല വിശുദ്ധന്മാരോടും കർത്താവിന്റെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അനുകൂല കാലാവസ്ഥ തന്ന ദൈവത്തിന് ഞാൻ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. വൈദ്യുതിയൊന്നും വിച്ഛേദിക്കപ്പെടാതെ ആ മെസ്സേജ് പൂർണ്ണമാക്കാൻ കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, സഹകരിക്കുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് നാളെ രാവിലെ ടങ്സ് പ്രയർ ഉണ്ട്. അന്നേരം കാണാം. കർത്താവ് സൂക്ഷിക്കട്ടെ. ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു. ബൈ.